കൊല്ലത്ത് ദേശീയപാത ഇടിഞ്ഞതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. അതേസമയം സംഭവത്തിൽ ജില്ലാ കളക്ടറുടെ ചേംബറിൽ അടിയന്തര യോഗം ചേരും. യോഗത്തിൽ NHAI ഉദ്യോഗസ്ഥരും കരാറുകാരും പങ്കെടുക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, ദേശീയപാത ഇടിഞ്ഞതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ ജില്ലാ കളക്ടറുടെ ചേംബറിൽ അടിയന്തര യോഗം ചേരാനിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? CCTV തന്നെ കാണാം. ഇത് ഏതാണ്ടൊരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് പതിയെ ഇത് മണ്ണ് ഇങ്ങനെ താഴ്ന്ന് ഏതാണ്ട് 3.5 മീറ്ററോളം തെന്നിപ്പോയിരിക്കുകയാണ് ഇവിടുന്ന്. നമുക്കിത് കാണാം, താഴെ ഈ ഒരു വിണ്ട് കീറിയിരിക്കുന്ന ഭാഗങ്ങളുണ്ട്. ഇതെല്ലാം നേരത്തെ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. ഇതെല്ലാം വിണ്ട് കീറിയിട്ടാണ് അങ്ങോട്ടേക്ക് തള്ളിപ്പോയത്. ഇപ്പോൾ ഇവിടെ ഇത് വയലാണ്. ഈ വയൽ പണ്ടേ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ പുഴയായിരുന്നതായി ചരിത്ര ഗവേഷകരുടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പിന്നീട് കൃഷിഭൂമിയായി മാറി. ഇപ്പോൾ സൈഡിലൂടെ ഒരു തോട് ഒഴുകുന്നുണ്ട്. ആ തോടിൻ്റെ മുകളിലൂടെയായിരുന്നു ഈ ദേശീയപാതയുടെ നിർമ്മാണം അത്രയും നടന്നതും. ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിൻ്റെ ഭാരം താങ്ങാനാകാതെ ഈ തോടിൻ്റെ ഇതിൻ്റെ വാർപ്പുകൾ മൊത്തവും തകരുകയും ഇതിൻ്റെ അടിയിൽ നിന്ന് വൻതോതിൽ ജലമൊഴുകി മണ്ണ് മുഴുവനും മാറിപ്പോയതാണ് ഇങ്ങനെ ഒരു അപകടത്തിൽ കലാശിച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ നമുക്ക് തന്നെ ഇവിടെ കാണാം ഒരു ചെറിയൊരു കലുങ്ക്. ഈ കലുങ്കിൻ്റെ മുകളിലൂടെ ഇതിൻ്റെ ഇത്രയും ഭാരമേറിയത് മുഴുവനും ഇതിൻ്റെ മുകളിലൂടെയായിരുന്നു ഇത്രയും മണ്ണിട്ട് നികത്തിയിരുന്നത്. ആ ഭാരം താങ്ങാനാകാതെയാണ് ഈ കലുങ്ക് തകർന്ന് ഇതിൻ്റെ അടിയിലൂടെ ഈ തോട് ഒഴുകിപ്പോയിരുന്ന ഒരു സ്ഥലം കൂടിയാണത്. അവിടെ അത് തകർന്നതിനെ തുടർന്ന് ഇതിനുള്ള മണ്ണ് മുഴുവനും വെള്ളത്തിൽ ഒലിച്ചുപോയി. അങ്ങനെയാണ് ഇത്രയും വലിയ രൂക്ഷമായ ഈ ഒരു അവസ്ഥയിലേക്ക് ഇത് എത്തിച്ചേർന്നത്. ഇത് അശാസ്ത്രീയമായ നിർമ്മാണമാണ്. ഇവിടെ ഒരിക്കലും ഇങ്ങനെ മണ്ണിട്ട് നികത്തി ഇത് ചെയ്യരുത് എന്ന് നാട്ടുകാരും ഒപ്പം തന്നെ ഈ അധികൃതരും ഒക്കെ നിർദ്ദേശം നൽകിയിരുന്നതാണ്. PWD വകുപ്പുകളൊക്കെ ഇതിനൊരു ഈ DPRൻ്റെ കാര്യം പരിശോധിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഇവിടെ സ്പാനുകളിട്ട് നിർമ്മാണം നടത്തുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം. ഇത് മനസ്സിലാക്കാതെ ചെയ്തതാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇത് എത്തിച്ചേർന്നത്. മാത്രമല്ല ഇവിടെ ഈ വൈദ്യുതി പോസ്റ്റുകൾ വരെ ചരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വൈദ്യുതി ബന്ധം ഇവിടെ വിച്ഛേദിച്ചിട്ടുണ്ട്. ഇവിടെ ഈ വയർമാൻ ഇപ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക്കൽ പണികൾ പുരോഗമിക്കുന്നു. ഇതും ഏത് സമയവും ഈ പോസ്റ്റുകൾ മുഴുവനും മറിയാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഈ വലിയ ഒരു അപകടമാണ്. ആ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് നമുക്ക് പറയാം. ആ ദൃശ്യങ്ങളിൽ CCTV ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ആ സമയത്ത് സ്കൂൾ ബസ് ഉൾപ്പെടെ ഇതിലെ കടന്നു പോയിരുന്നു. 3 വാഹനങ്ങളാണ് ഇതിൻ്റെ കുരുക്കിൽപ്പെട്ടത്. ഇതിൻ്റെ റോഡ് തകർന്ന് അതിനടിയിലേക്ക് പെട്ടുപോയത്. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ, ആളുകളെല്ലാം രക്ഷപ്പെടുകയായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ 10:30 മണിക്ക് കളക്ട്രേറ്റിൽ NHAI അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ, അതുപോലെ ഈ ദേശീയപാതയുടെ കരാറുകാർ, ശിവാലയ കൺസ്ട്രക്ഷൻസിൻ്റെ അധികൃതർ, മറ്റ് ഉദ്യോഗസ്ഥരെല്ലാം ജില്ലാ കളക്ടറിൻ്റെ നേതൃത്വ ചേംബറിലാണ് യോഗം നടക്കുക. ആ യോഗത്തിൽ ഏതാണ്ട് 100 മീറ്ററോളം നീളത്തിൽ ഇവിടെ തൂണുകൾ കൊണ്ടുള്ള പാലമാണ് അനുയോജ്യം. അപ്രോച്ച് റോഡ് ഇവിടെ അശാസ്ത്രീയം എന്ന നിലയിലുള്ള ഒരു വാദമുഖം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. ഇത് NHAI അംഗീകരിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഈ DPR തന്നെ പല കാര്യങ്ങളും രഹസ്യമായി ഇവരത് സൂക്ഷിക്കുന്നതാണ്. ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് പ്രദേശത്തെ ജനങ്ങളുടെയോ അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെയോ ഒന്നും ഉപദേശം തേടുകയോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ തേടാതെ ഇങ്ങനെ ഒരു മുന്നോട്ട് പോക്ക്. അതുമാത്രമല്ല, ഇവിടെ മണ്ണിൻ്റെ ഘടന പരിശോധിക്കുന്ന ഇങ്ങനത്തെ യാതൊരു കാര്യങ്ങളും നടന്നിട്ടില്ലെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. നമുക്കിതിനെ കാണാം. ഈ ഒരു കലുങ്ക്, ഈ കലുങ്കിന് അടിയിലൂടെയാണ് ഈ തോട്, അത് പഴയ പുഴയുടെ ബാക്കിപത്രം എന്ന് പറയുന്ന തോട് വെള്ളം ഒഴുകിപ്പോകാനായി വെച്ചിരുന്നത്. അതാണ് ഭാരം താങ്ങാനാകാതെ തകർന്നു പോയതും. ഒപ്പം ഈ അടിയിലുള്ള മണ്ണ് മുഴുവനും വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ ഒലിച്ചുപോയി. ഈ ഒലിച്ചുപോയതിനെ തുടർന്നാണ് മുകളിലുള്ള മണ്ണ് മുഴുവനും താഴോട്ട് ഈ കിണറൊക്കെ ഇടിഞ്ഞു താഴുന്നത് പോലെ ഈ റോഡും താഴ്ന്ന് വലിയ ഗർത്തം തന്നെ രൂപം കൊണ്ടത്. അശിത. ശരി, രാജ്കുമാറാണ് കൊല്ലത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.